അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യനെ ഭക്ഷിക്കുന്നതായി കണ്ടാൽ മനുഷ്യൻ്റെ മാംസം, ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും രുചിയുള്ള മാംസമാണല്ലോ മനുഷ്യ മാംസം, അല്ലേ? അത് നമ്മൾ പല ആളുകൾക്കും അറിയില്ല. മനുഷ്യൻ്റെ മാംസം ജീവികളിൽ, എല്ലാ ജീവികളിലും ഏറ്റവും ടേസ്റ്റുള്ള എന്താണ്, രുചിയുള്ള മാംസമാണ് മനുഷ്യൻ്റെ മാംസം. അതാരും അങ്ങനെ ഭക്ഷിക്കൂലല്ലോ, ഭക്ഷിക്കാനും പറ്റൂല, മനുഷ്യനെ ഇറക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുക സ്വപ്നത്തിൽ കണ്ടാൽ, ഭക്ഷിക്കുന്നതായിട്ടൊരാൾ സ്വപ്നത്തിൽ കാണുകയാണ്, മനുഷ്യ മാംസം ഭക്ഷിക്കുന്നതായിട്ടൊരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനത്തെ കുറിച്ചിട്ട് മഹാനായ ഖലീൽ ഇബ്നു ഷാഹിർ ലാഹിരി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു, ഒരാൾ മനുഷ്യ മാംസം ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അറിയുന്ന ഒരാളുടെ മാംസമാണെങ്കിൽ, അതായത് ഭക്ഷിക്കുന്ന മാംസം അവൻ അറിയുന്ന ഒരാളാണ്, അവൻ്റെ മാംസമാണ് എന്താക്കുന്നത്, ഭക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നും നാം എന്താകും, ഭക്ഷിക്കും എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നും നമുക്കെന്താകും, ഭക്ഷിക്കാം, നമുക്ക് എന്തെങ്കിലും ജീവിത മാർഗങ്ങൾ ഉണ്ടാകും എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഇനി അറിയാത്ത ഒരാളുടേതാണെങ്കിൽ, അവനിക്കെന്താണ് അറിയില്ല, ആരുടെ മാംസമാണെന്ന് അറിയില്ല, അങ്ങനെയുള്ള ആളാണെങ്കിൽ എല്ലാ സമയത്തും സമ്പത്ത് കിട്ടുമെന്നാണ്. അതായത് അവന് ദാരിദ്ര്യത്തിലാവില്ല, പട്ടിണിയിലാവില്ല, അവനിക്ക് എല്ലാ സമയത്തും അവന് ബുദ്ധിമുട്ടില്ലാതെ അവൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ മനുഷ്യനെ ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിന് എത്ര വ്യാഖ്യാനങ്ങളാണ് ഇവിടെ പറയുന്നത്? അത് അറിയുന്ന ആളാണെങ്കിൽ വ്യാഖ്യാനം മാറും, അറിയാത്ത ആളാണെങ്കിലും വ്യാഖ്യാനം എന്താകും, മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ സാഹചര്യങ്ങളും രൂപങ്ങളും ഭാവങ്ങളൊക്കെ മാറുമ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.